ഈ ഗ്ലോറി ഗ്ലോറി എന്ന് വിളിക്കുന്ന സിബി കേക്കണ്ട. അവള് നിന്നെ പഞ്ഞിച്ചിടും. ഗ്ലോറിന്ന് ഇവിടെ പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും ഗ്ലോറിനെ കുറിച്ച് എന്താ അപ്പന്റെ അഭിപ്രായം? അവളെ കുറിച്ച് എന്ത് പറയാൻ? അവള് നല്ല കുട്ടിയല്ലേ? അല്ലെ ഗ്ലോറി സുന്ദരിയല്ലേ? അതെ. എന്താണ്? അല്ല വേറൊന്നല്ല, സിബിക്ക് അവിടെ തീരെപ്പെടുത്തില്ലപ്പ. അത് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഏത് സമയം ഗ്ലോറി 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 എന്ന് പറഞ്ഞ അവൾക്ക് ഇഷ്ടപ്പെടും. എന്റെ അപ്പനറിയാൻ പാടില്ല, ഈ ഗ്ലോറി എന്ന് പറഞ്ഞ കൃഷ്ണന്റെ ഒരു പാട്ടാണ്. കുഞ്ഞുമോൻ ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുമോൻ ചേട്ടാ, കുറച്ച് ഉപ്പുണ്ടാവും എടുക്കാനായിട്ട്. ചിക്കൻ കറി വെച്ചപ്പോഴാണ് അറിയണേ ഉപ്പില്ലാന്ന്. അത്രേ ഉള്ളൂ, ഉപ്പോട് ഇഷ്ടം പോലെ ഉണ്ട്. എന്തോരം വേണമെന്ന് പറഞ്ഞാ ഇവളെന്തിനിപ്പ ഇങ്ങോട്ട് വന്നേക്കണേ? ഇപ്പുറത്തോടെ നോക്കാം. ഇവരെന്തൊക്കെ കാര്യമായിട്ട് സംസാരിക്കണാവോ? ചിക്കൻ വെള്ളം ഒഴിക്കാണ്ട് ഒരു സൂത്രണ്ട്, ചേട്ടന് ഭയങ്കര ഇഷ്ടാ. അടിപൊളിയാ. എന്റെ കയ്യിൽ കുറെ ടിപ്സ് ഉണ്ടായിരുന്നു. ഒരു വാക്കുറേ ഞാൻ പറഞ്ഞു തന്നല്ലേ. ആണോ? ഇവനെ ടിപ്പിന്റെ ആളാണ്. അതുകൊണ്ട് നാട്ടുകാരെ വിളിക്കരുത് ടിപ്പ് സുൽത്താൻ. ആള് കൊള്ളാല. ഞാൻ എത്ര വട്ടം ചിക്കൻ കറി വെച്ചേക്കണ്, ഒരു വാക്ക് എന്നോട്. കുഞ്ഞുമോൻ ചേട്ടാ ഉപ്പെടുക്ക്, ഞാൻ പോട്ടെ. ഉപ്പെടുത്തരാ. എന്തൊട്ട് ഇത്ര തീർത്തി? അയ്യോ പണിയുണ്ട്. തിന്നുന്നവൻ വെള്ളം കുടിക്കും. വെള്ളം കുടിയുടെ കാര്യം പറയുമ്പോഴാ, വെള്ളം കുടിക്ക് തീരെ കുറവാ. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണ അത്രേ. ആ ആര് പറഞ്ഞു? ദേ കുഞ്ഞുമോൻ ചേട്ടൻ വിളിക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുതരും. ആന്നേ എടുക്കിട്ട് വിളിക്കൂ. പിന്നല്ലാണ്ട് എന്നും വിളിക്കും അല്ലേ കുഞ്ഞുമോൻ ചേട്ടാ? ഞാനേ ഒഴിവ് സമയങ്ങളുടെ വിരസത വല്ലപ്പോഴും വിളിക്കാറുണ്ട്. എടാ കോഴിമോനെ, വിരസത ഞാൻ മാറ്റി തരാട്ടാ. ചില സമയത്ത് കുഞ്ഞുമോൻ ചേട്ടൻ തമാശ കേട്ട് ചിരിച്ചിരിച്ച് ചാകും. ഇവൻ കോമഡി പറയൂ. ആന്ന്. ഇവനോട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട, ഒടുക്കത്തെ കോമഡിയാ. എടാ ദുഷ്ട, ഇന്നേ വരെ ഒരു കുഞ്ഞു കോമഡി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാ? സിബി ചേച്ചിയുടെ ഭാഗ്യം ഇങ്ങനത്തെ ഒരു ചേട്ടനെ കിട്ടിയില്ലേ. ഇനി ഇവിടെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, പുറത്തേക്ക് ചെല്ലാം, അല്ലെങ്കിൽ അവള് പോയില്ല. ഇതാര ഗ്ലോറിയാ? സിബി ചേച്ചിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ആണോ? എന്തിട്ടാ? ഇത്രയും നല്ല കെയറിംഗ് ഉള്ള ചേട്ടനെ കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യാണ് കേട്ടാ. കെയറിംഗ് കുന്തോണ്. ചേച്ചി എന്നോട് ഒന്നും മറച്ചു വെക്കാൻ നിൽക്കണ്ട. കുഞ്ഞുമോൻ ചേട്ടൻ എന്നോട് എല്ലാം പറയാനുണ്ട്. ഞങ്ങള് ഭയങ്കര കൂട്ടാ. നീ ഈ വഴി എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കോട്ടാ. വേണമെങ്കിൽ മതി. എന്ത് പറയാറുണ്ട്? കുഞ്ഞുമോൻ ചേട്ടൻ ചേച്ചിനെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാറില്ലേ? ഹെൽപ്പാ? ഈ വീട്ടില് കുഞ്ഞുമോൻ ചേട്ടനല്ലേ ഫുഡ് വെക്കാറ്. ചേച്ചി വല്ലതും അറിയണോ? ചോറും കറിയൊക്കെ വെക്കുമ്പോ തിന്ന് സഹായിക്കാറുണ്ട്. ഒന്ന് പോ ചേച്ചി. ചേച്ചി ഭയങ്കര കോമഡി ആണല്ലോ. കുഞ്ഞുമോൻ ചേട്ടനെ എനിക്കറിയാം. എന്നാലും എനിക്ക് പനി വന്നപ്പോഴേ കുഞ്ഞുമോൻ ചേട്ടന്റെ ടെൻഷൻ കാണണം. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഏത് നേരം വിളിക്കായിരുന്നു, ഗ്ലോറി പനിമാരാന്ന് പറഞ്ഞോണ്ട്. ചേച്ചിക്കൊരു കാര്യം അറിയോ? എന്റെ ചേട്ടൻ പോലെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് പനി വന്നിട്ട് ഒന്നും മാറിയ കുറവുണ്ടാ? ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങള്? അന്ന് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു അയലക്കാരനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം അല്ലേ ചേച്ചി? അത് ശരിയാ. അല്ല, ഗ്ലോറി വെറുതെ വന്നതാ? ഞാൻ കുറച്ച് ഉപ്പിന് വന്നതാ ചേച്ചി. ഈ കുഞ്ഞുമോൻ ചേട്ടനായിട്ട് സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. ചേച്ചി കുറച്ച് ഉപ്പെടുത്ത്, ഞാൻ പോട്ടെ. ഞാനിപ്പോ എടുത്തിട്ട് വരാട്ടാ. ശരി ചേച്ചി. അപ്പോ പെട്ടു. ഞാൻ എവിടേക്കെങ്കിലും പോയാലോ എന്ന് ആലോചിക്കണം. എന്തു പറ്റി? ന്യൂ ഇയർ ആയിട്ട് ഇവിടെ നിന്നാലേ ചിലപ്പോ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. അതെന്തേ? അല്ല, വെറുതെ പട്ടിണി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പനും ഭയങ്കര കോമഡിയാണല്ലോ. പിന്നല്ലാണ്ട്. അയ്യോ ചിരിച്ചിട്ട് മനുഷ്യൻ വയ്യാണ്ടോ. ഗ്ലോറി താങ്ക് യു ചേച്ചി. വേഗം പൊക്ക ഗ്ലോറി, കറി വെക്കേണ്ടതല്ലേ? എന്റെ ദൈവമേ, എന്റെ കറി എന്തായാവോ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്റെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അതെ, ഇടയ്ക്കിട്ടുള്ള ഞങ്ങള് ഫ്രീ ആണ്. ഓ അതിനെന്താ, ഞാൻ ഫ്രീ ആയിട്ടാ. ആയിക്കോട്ടെ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, ഇതുവരെ നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ടാ? അതിന് നീ നമ്മുടെ വീട്ടിലുള്ള ആളല്ലേ. ഇവിടെയുള്ള കാരണം എനിക്ക് ഹാപ്പി ന്യൂ ഇയർ ഇല്ലേ? അത് കൊള്ളാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായിട്ട് എനിക്കൊരു ഹാപ്പി ന്യൂ ഇയർ കിട്ടി. ഹാപ്പി ന്യൂ ഇയർ.